പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിലടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ പരിശോധനയ്ക്കെതിരെ ആലപ്പുഴയിൽ പ്രതിഷേധം ശക്തം. ഇഡിയെ ഉപയോഗിച്ച കേരളത്തിലെ CPM-നെ തകർക്കാനാണ് BJP ശ്രമിക്കുന്നതെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത. CPM ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതികളിലടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ പരിശോധനയ്ക്കെതിരെയാണ് CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. ആലപ്പുഴ EMS സ്റ്റേഡിയത്തിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. ഇഡിയെ ഉപയോഗിച്ച കേരളത്തിലെ CPM-നെ തകർക്കാനാണ് BJP ശ്രമിക്കുന്നതെന്ന് പ്രകടനത്തിന് ശേഷം നടന്ന പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CPM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത പറഞ്ഞു. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് CPM-നെ തകർക്കാമെന്നവർ കരുതുന്നത്, അതിന് CPM-ന്റെ ഏറ്റവും സമ്പന്നതനായിട്ടുള്ള നേതാവിനെ തന്നെയാണ് അവർ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യം ഇവിടെ അദ്ദേഹം ഇതിലൊരു കക്ഷിയേ അല്ല. ഇവിടെ നാസർ സാഹു സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിൻ്റെ മകൾ നടത്തുന്ന ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള വിവരം എല്ലാ കോടതിയുടെയും മുമ്പിലുണ്ട്. എല്ലാ കോടതികളും കൃത്യമായി നിലപാട് വ്യക്തമാക്കിയിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ്. ഇത് കെട്ടിച്ചമച്ച കേസാണ്, രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കേസാണെന്ന് കൃത്യമായിട്ടറിയാം. അപ്പോൾ പിന്നെ പിണറായി വിജയൻ്റെ നേരെ ഈ രൂപത്തിലുള്ള ഇഡിയെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാൻ, അതിലൂടെ CPM-നെ ദ്രോഹിക്കാൻ ഇഡി ശ്രമിച്ചാൽ അത് കേരളത്തിൽ വിലപ്പോവില്ല. ഇവിടെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ സ്റ്റേറ്റ്മെൻ്റൊക്കെ നമ്മൾ കാണുകയുണ്ടായി. നേരത്തെ അവർ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ ഇഡി ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ ശക്തമായ അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ്. അത് ശ്രീമതി സോണിയാഗാന്ധിയുടെ കാര്യത്തിലായാലും രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലായാലും ചിദംബരത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാം ഞങ്ങൾ കൃത്യമായി നിലപാട് വ്യക്തമാക്കിയുള്ളതാണ്. CPM ജില്ലാ സെക്രട്ടറി R നാസർ അധ്യക്ഷത വഹിച്ചു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സജി ചെറിയാൻ മുഖ്യപ്രഭാഷണം നടത്തി. CB ചന്ദ്രബാബു, PP ചിത്തരഞ്ജൻ, H സലാം, BS അഫ്സൽ തുടങ്ങിയവർ സംസാരിച്ചു.